ഹലോ എവരി വൺ. ഗെയിം തിയറിയുടെ രണ്ടാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെയിം തിയറിയിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനാവശ്യമായ കുറച്ച് ഡെഫിനിഷൻസും അസംഷൻസും എല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ആദ്യം തന്നെ നമുക്ക് 2% സീറോ സം ഗെയിം എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗെയിം തിയറിയെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്ലെയേഴ്സ്, സം ഓഫ് ഗെയിൻ ഓർ ലോസ് അല്ലെങ്കിൽ സ്ട്രാറ്റജി, അങ്ങനെ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗെയിം തിയറിയെ ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 2% സീറോ സം ഗെയിം എന്താണെന്ന് വെച്ചാൽ എ ഗെയിം വിത്ത് ഓൺലി 2 പ്ലെയേഴ്സ് സേ എ ആൻഡ് ബി ഈസ് കോൾഡ് എ 2% സീറോ സം ഗെയിം only if one player's gain is equal to the loss of other player so that total sum is 0. അതായത് രണ്ട് പേര് കളിക്കുന്ന ഒരു ഗെയിമിനെ നമ്മൾ 2% ഗെയിം എന്നാണ് വിളിക്കുന്നത്. ആ 2% ഗെയിമിനെ നമ്മൾ സീറോ സെയിം ഗെയിം എന്ന് വിളിക്കണമെങ്കിൽ ഒരു പ്ലെയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റേ ആളുടെ ലോസിന് ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ എയും ബിയും ആണ് കളിക്കുന്നതെങ്കിൽ എയുടെ ഗെയിന് ബിയുടെ ലോസിന് ഈക്വൽ ആയിരിക്കണം. ഗെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് സൈൻ ആയിരിക്കും, ലോസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈൻ ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ സം എടുക്കുമ്പോഴത്തേക്കും അതാണ് ടോട്ടൽ സം ഈസ് 0 എന്ന് പറയുന്നത്. അതാണ് 2% സീറോ സം ഗെയിം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പേ ഓഫ് എന്നാൽ എന്താണെന്ന് നോക്കാം. എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് എ പ്ലെയർ ഗെറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ. ഒരു പ്ലെയറിന് ഒരു ഗെയിം കഴിയുമ്പം കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അത് ചിലപ്പം സന്തോഷമാകാം, സങ്കടമാകാം, എന്തായാലും അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ, നമ്മൾ ആ സാറ്റിസ്ഫാക്ഷനെ ന്യൂമറിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആ മെഷറിനെയാണ് പേ ഓഫ് എന്ന് വിളിക്കുന്നത്. പേ ഓഫ് മെട്രിക്സ് ആണ് അടുത്തായിട്ടുള്ളത്. ദ പേ ഓഫ് ഇൻ എ ടേംസ് ഓഫ് ഗെയിൻസ് ഓർ ലോസസ് വെൻ പ്ലേയേഴ്സ് സെലക്ട് ദെയർ പർട്ടിക്കുലർ സ്ട്രാറ്റജീസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ മെട്രിക്സ് കോൾഡ് ദ പേ ഓഫ് മെട്രിക്സ്. നമ്മുടെ പേ ഓഫിനെ ഓരോ സ്ട്രാറ്റജി സെലക്ട് ചെയ്യുമ്പം ഒരു പ്ലെയറിനുണ്ടാകുന്ന പേ ഓഫിനെ അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റീവ് മെഷർ ഓഫ് സാറ്റിസ്ഫാക്ഷനെ മെട്രിക്സിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. സിൻസ് ദ ഗെയിം ഈസ് സീറോ സം, ദ ഗെയിൻ ഓഫ് വൺ പ്ലെയർ ഈസ് ഈക്വൽ ടു ദ ലോസ് ഓഫ് അതർ ആൻഡ് വൈസ് വേഴ്സ. നമ്മുടെ ഗെയിം സീറോ സം ഗെയിം ആയതുകൊണ്ട് ഒരു പ്ലെയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റേയാളുടെ ലോസിന് ഈക്വൽ ആയിരിക്കും, ഒരാളുടെ ലോസ് എന്ന് പറയുന്നത് മറ്റേയാളുടെ ഗെയിനിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് വൺ പ്ലെയേഴ്സ് പേ ഓഫ് ടേബിൾ വുഡ് കണ്ടെയ്ൻ ദ സെയിം അമൗണ്ട് ഇൻ പേ ഓഫ് ടേബിൾ ഓഫ് ദ അതർ പ്ലെയർ വിത്ത് ദ സൈൻ ചേഞ്ച്ഡ്. അപ്പം നമ്മൾ ഒരാളുടെ പേ ഓഫ് ടേബിൾ എഴുതുവാണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് കളിക്കുന്ന ആളുടെയും പേ ഓഫ് ടേബിൾ. പക്ഷേ ഒരാൾക്ക് പോസിറ്റീവ് സൈനാണ് പേ ഓഫ് ടേബിളിൽ ഉള്ളതെങ്കിൽ മറ്റേ ആൾക്ക് നെഗറ്റീവ് സൈൻ ആയിരിക്കും എന്നേ ഉള്ളൂ. അതായത് ഒരാൾക്ക് ഗെയിനും അതേ എമൗണ്ട് തന്നെയായിരിക്കും മറ്റേ ആൾക്ക് ലോസ് ആവുന്നത്. അപ്പോൾ ഒരാളുടെ പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത് 2 പേരുടെയും പേ ഓഫ് ടേബിളിൻ്റെ ഈക്വൽ ആയിരിക്കും വിത്ത് ഓപ്പോസിറ്റ് സൈൻസ്. Thus it is sufficient to construct a payoff table for one of the players. അതുകൊണ്ട് ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് ഒരു പേ ഓഫ് ടേബിൾ തയ്യാറാക്കിയാൽ മതി. അത് തന്നെ വിത്ത് സൈൻ ചേഞ്ച്ഡ് ആയിരിക്കും മറ്റേയാളുടെ പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇഫ് പ്ലെയർ എ ഹാസ് എം സ്ട്രാറ്റജീസ് A1, A2, etc. AM and player B has n strategies B1, B2, etc. Bn, the total number of possible outcome is therefore m by n. m and n need not be equal. ഇപ്പോൾ പറയുന്നത് നമ്മുടെ എ എന്ന് പറയുന്ന പ്ലെയറിന് എം സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. ആ ഓരോ സ്ട്രാറ്റജീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് A1, A2, etc. AM. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പ്ലെയറിന് n സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. ആ n സ്ട്രാറ്റജീസിനെ നമ്മൾ B1, B2, etc. Bn എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരൂടെ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കോമ്പിനേഷൻ ഓഫ് പോസിബിൾ ഔട്ട്കംസ്, നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് m × n ആയിരിക്കും. It is assumed that each player not only knows his own list of possible strategies but also of his competitor. അപ്പോൾ പറയുന്നത് നമ്മുടെ ഒരു പ്ലെയർ അല്ല 2 പ്ലെയേഴ്സിന് മറ്റേ ആളുടെ സ്ട്രാറ്റജീസും അറിയാമായിരിക്കും. നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ പേ ഓഫ് മെട്രിക്സ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഈച്ച് പ്ലെയർ നോട്ട് ഓൺലി നോസ് ഹിസ് ഓൺ ലിസ്റ്റ് ഓഫ് പോസിബിൾ സ്ട്രാറ്റജീസ് ബട്ട് ഓൾസോ ഓഫ് ഹിസ് കോമ്പറ്റീറ്റർ. It is assumed that player A is always a gainer whereas
പ്ലെയർ ബി ഈസ് എ ലൂസർ. നമ്മുടെ ഗെയിം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് എ എന്ന് വിളിക്കുന്നത്, ആർക്കാണോ ഗെയിൻ ഉണ്ടാകുന്നത് അയാളെയാണ് നമ്മൾ എ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ആർക്കാണോ ലോസ് ഉണ്ടാകുന്നത് അയാളായിരിക്കും ബി. നമ്മൾ ഗെയിം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ അവരെ ഡിനോട്ട് ചെയ്യുന്നത്. ലെറ്റ് Aij be the payoff that player A gains from player B if player A chooses strategy I and player B chooses strategy J. നമ്മൾ Aij എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് I എന്നുള്ള സ്ട്രാറ്റജി എയും ജെ എന്നുള്ള സ്ട്രാറ്റജി ബിയും സെലക്ട് ചെയ്യുമ്പം അവിടെ എയ്ക്ക് കിട്ടുന്ന പേ ഓഫ് അല്ലെങ്കിൽ എയ്ക്ക് ഉണ്ടാകുന്ന ഗെയിൻ, അതിനെയാണ് നമ്മൾ Aij വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എയുടെ പേ ഓഫ് മെട്രിക്സ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിലുള്ള A1 A2 A11 A12 എക്സെട്ര A1n എന്ന് പറയുന്നത് പ്ലെയർ എ സ്ട്രാറ്റജി A1 ചൂസ് ചെയ്യുമ്പം B1 B2 എക്സെട്ര BN ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേ ഓഫുകളാണ് ആ റോയിലുള്ളത്. അതുപോലെ തന്നെ Aij എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ആൾ AI എന്നുള്ള സ്ട്രാറ്റജിയും ബി എന്ന് പറയുന്ന ആൾ BJ എന്നുള്ള സ്ട്രാറ്റജിയും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പേ ഓഫിനെ, നമുക്കല്ല എയ്ക്ക് കിട്ടുന്ന ആ പേ ഓഫിനെയാണ് നമ്മൾ Aij കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പേ ഓഫ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. Player A is assumed to be the gainer, therefore he wishes to gain as large a payoff Aij as possible. Player B on the other hand would do his best to reach a small value of Aij as possible. നമ്മുടെ എ എന്ന് പറയുന്ന ആൾ എപ്പോഴും ഗെയിനർ ആയതുകൊണ്ട് അയാളുടെ പേ ഓഫ് മെട്രിക്സ്, അയാളുടെ പേ ഓഫ് മെട്രിക്സിലുള്ള എൻട്രീസ്, അതായത് Aij എപ്പോഴും മാക്സിമൈസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ആൾ എപ്പോഴും ലോസർ ആയതുകൊണ്ട് അയാൾ എയ്ക്ക് കിട്ടുന്ന ആ ഗെയിനിനെ മാക്സിമം മിനിമൈസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. ദ ഗെയിൻ ടു പ്ലെയർ ബി ആൻഡ് ലോസ് ടു എ മസ്റ്റ് ബി -Aij. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ചൂസ് ചെയ്തപ്പം നമ്മുടെ എയ്ക്ക് ലോസ് ഉണ്ടായി പോവുകയാണെങ്കിൽ, എയ്ക്ക് ലോസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബിക്ക് ഗെയിൻ ഉണ്ടാവുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എയുടെ പേ ഓഫ് ആ പർട്ടിക്കുലർ സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോഴത്തേക്കും -Aij ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് അസംഷൻസ് ഓഫ് ദ ഗെയിം ആണ്. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഈച്ച് പ്ലെയർ ഹാസ് അവൈലബിൾ ടു ഹിം എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ സ്ട്രാറ്റജീസ്. ഓരോ പ്ലെയറിനും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കോഴ്സസ് ഓഫ് ആക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ദ ലിസ്റ്റ് മേ നോട്ട് ബി ദ സെയിം ഫോർ ഈച്ച് പ്ലെയർ. ആ പോസിബിൾ സ്ട്രാറ്റജീസിൻ്റെ ലിസ്റ്റ് എല്ലാ പ്ലെയറിനും സെയിം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ എല്ലാ പ്ലെയറിനും ഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ സ്ട്രാറ്റജീസേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്ലെയർ ആക്ട് റാഷണലി ആൻഡ് ഇൻ്റലിജൻ്റ്ലി. നമ്മുടെ ഗെയിം കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സും റാഷണലി ആൻഡ് ഇൻ്റലിജൻ്റ്ലി ബുദ്ധിപൂർവ്വമാണ് കളിക്കുന്നത് എന്നുള്ളത് നമ്മുടെ അസംഷനാണ്. മൂന്നാമത്തേത് ലിസ്റ്റ് ഓഫ് സ്ട്രാറ്റജീസ് ഓഫ് ഈച്ച് പ്ലെയർ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഗെയിൻ ഓർ ലോസ് ഓൺ ആൻ ഇൻഡിവിജ്വൽസ് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി ഈസ് നോൺ ടു ഈച്ച് പ്ലെയർ ഇൻ അഡ്വാൻസ്. അതായത് ഒരാൾ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പം അയാൾക്കുണ്ടാകുന്ന ഗെയിന് അല്ലെങ്കിൽ ലോസ് ആ സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്നുള്ളതിനേക്കാളുപരി ആ ഗെയിം കളിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് അറിയായിരിക്കും. അതാണ് ലിസ്റ്റ് ഓഫ് സ്ട്രാറ്റജി ഓഫ് ഈച്ച് പ്ലെയർ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഗെയിൻ ഓർ ലോസ് ഓൺ ഇൻഡിവിജ്വൽസ് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി ഈസ് നോൺ ടു ഈച്ച് പ്ലെയർ ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നുണ്ട് അർത്ഥാക്കുന്നത്. ഇനി നാലാമത്തെ അസംഷൻ എന്ന് പറയുന്നത് വൺ പ്ലെയർ അറ്റംപ്റ്റ് ടു മാക്സിമൈസ് ഗെയിൻസ് ആൻഡ് ദ അതർ അറ്റംപ്റ്റ് ടു മിനിമൈസ് ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് തന്നെയാണ്, ആരാണോ ഗെയിൻ ചെയ്യുന്ന ആൾ അയാളുടെ ഗെയിൻ മാക്സിമൈസ് ചെയ്യാൻ നോക്കും, അതേസമയത്ത് തന്നെ ലോസ് ആവുന്ന ആൾ അയാളുടെ ലോസ് മിനിമൈസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. ബോത്ത് പ്ലെയർ മേക്സ് ദെയർ ഡിസിഷൻ ഇൻഡിവിജ്വലി prior to the play without direct communication between them. രണ്ട് പ്ലെയറിൽ ഓരോ പ്ലെയേഴ്സും അവരുടെ ഡിസിഷൻ അവനവൻ തന്നെയായിട്ടാണ് എടുക്കുന്നത്. മറ്റേ ആളുമായിട്ട് കമ്മ്യൂണിക്കേഷനോ ഡിസ്കഷനോ ഒന്നും ഉണ്ടാവാതെ തന്നെ കളിക്കുന്നതിന് മുമ്പ് തന്നെ അവനവൻ്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് സ്വയം ഡിസൈഡ് ചെയ്യാണ് ചെയ്യുന്നത്.
Both the players select and announce their strategies simultaneously so that neither player has an advantage resulting from direct knowledge of the other player's decision. രണ്ട് പ്ലേയേഴ്സും അവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഒരേ സമയം അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഒരാളുടെ സ്ട്രാറ്റജി നേരത്തെ അറിയുന്നത് കൊണ്ട് മറ്റേ ആൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് രണ്ട് പേരും അവനവൻ്റെ സ്ട്രാറ്റജി ഒരേ സമയത്ത് തന്നെ അനൗൺസ് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ദ പേ ഓഫ് ഈസ് ഫിക്സഡ് ആൻഡ് ഡിറ്റർമൈൻഡ് ഇൻ അഡ്വാൻസ്. ഓരോ സ്ട്രാറ്റജി സെലക്ട് ചെയ്യുമ്പോഴും ആ പ്ലെയറിനുണ്ടാവുന്ന ഗെയിന് അല്ലെങ്കിൽ ലോസ്, ആ പേ ഓഫ്, ആ സാറ്റിസ്ഫാക്ഷൻ അത് നേരത്തെ തന്നെ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗെയിം തിയറിയിലെ അസംഷൻസ്. താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.